വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ഉയർത്തിയത് ജില്ലാ പഞ്ചായത്തിന്റെ അറിവോ കാര്യമായ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ എന്ന് പറയുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാകും വരെ പ്രവർത്തിക്കാൻ മറ്റു ജില്ലകളിലേതിന് സമാനമായ രീതിയിൽ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് രോഗികൾക്കായി ചെയ്തിരുന്ന പദ്ധതികളുടെ തുടർ പ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചെന്നും പറയുന്നു സംഷാദ് മരക്കാർ. മെഡിക്കൽ കോളേജായി ഉയർത്തും മുൻപ് ജില്ലാ പഞ്ചായത്തായിരുന്നു ജില്ലാ ആശുപത്രിയുടെ അധികാരി. എന്നാൽ ഒരു ഉത്തരവിലൂടെ മാത്രമാണ് മെഡിക്കൽ കോളേജായി ഉയർത്തുന്ന വിവരം ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചത്. പ്രാഥമിക യോഗത്തിൽ പോലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അംഗങ്ങളെയോ പങ്കെടുപ്പിച്ചില്ല. തുടർ പ്രവർത്തനങ്ങൾക്കായി കമ്മിറ്റി രൂപീകരിക്കാത്തതും നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. ഇടുക്കി പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് കൺവേർട്ട് ചെയ്തത്. പക്ഷെ അവിടെ കൺവേർട്ട് ചെയ്യുന്ന ഉത്തരവിനോടൊപ്പം തന്നെ പൂർണ്ണ സജ്ജമായി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് വരെ നമുക്ക് ജില്ലാ കലക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും PWD ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കമ്മിറ്റിയാണ് ദൈനംദിന കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ ഒരു കാര്യം പോലും വയനാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ജില്ലാ പഞ്ചായത്ത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിവന്ന പല പദ്ധതികളും മെഡിക്കൽ കോളേജായി മാറിയപ്പോൾ നിർത്തേണ്ടി വന്നു. മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചു. നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 7 നില കെട്ടിടം പണിതെങ്കിലും അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂട്ടായൊരു പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ജനം ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളെ ആശ്രയിക്കില്ലായിരുന്നുവെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. 24 വയനാട്.